മുടി കൊഴിച്ചിൽ മാറാനും താരൻ അകറ്റാനും അതുപോലെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തടയാനും മുടിക്ക് ബലം കൂടാനും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്കാണ്. തയ്യാറാക്കുന്ന ഹെയർ പാക്കിലെ പ്രധാന ചേരുവ തേങ്ങ ചിരവിയതാണ്, അല്ലെങ്കിൽ ചിരവിയത് തന്നെ വേണമെന്നില്ല, ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള പച്ചത്തേങ്ങ മതി. അപ്പോൾ ഇതിൻ്റെ തേങ്ങാ പാലെടുത്തിട്ട് ഒരു ക്രീം തയ്യാറാക്കി എടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ല കെട്ടി തേങ്ങാപ്പാൽ എടുക്കില്ലേ കറിയിലേക്കൊക്കെ, അതുപോലെ തന്നെ എടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത് എന്നുള്ളതേ ഉള്ളൂ, നമുക്ക് ക്രീം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് തുണിയിൽ പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നിങ്ങളതൊരു ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരു ദിവസം സൂക്ഷിക്കാം, അടച്ചു വെച്ച് സൂക്ഷിക്കുക. ആ ഒരു ദിവസത്തിന് ശേഷം പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടിയായിട്ട് മുകൾ വശത്ത് ഒരു ക്രീം രൂപത്തിലിരിക്കും. ഇതിപ്പോൾ ഒരു തുണിയിലിട്ടെടുത്താൽ വെള്ളം നമുക്ക് താഴേക്ക് ഫിൽട്ടറായി കിട്ടും. അതല്ലെങ്കിൽ നല്ല തിക്കായിട്ട് നിങ്ങൾക്ക് ഇരിക്കുന്നുണ്ട് തോന്നി ഇതുപോലെ സ്പൂൺ കൊണ്ട് മുകൾ വശം മാത്രം ഇങ്ങനെ നമുക്കൊന്ന് കോരിയെടുക്കാം. കണ്ടോ, ഇത് ഇത്രയും തിക്കിൽ കിട്ടിയിട്ടുള്ള ഇതാണ് നമ്മുടെ കോക്കനട്ട് ക്രീം. ഈ ക്രീമാണ് നമ്മുടെ ഹെയർ പാക്കിൻ്റെ ഒരു ചേരുവയായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഹെയറിനെ ക്യൂട്ടിക്കിളിനെ സ്ട്രോങ് ആക്കാനും ഹെയർ ഏജ് ആവുന്നതിൻ്റെ സൈനൊക്കെ കുറയ്ക്കാനും താരനുണ്ടെങ്കിൽ കുറയ്ക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഹെയർ നന്നായിട്ട് വളരാനും നല്ല ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് സ്കാൽപ്പിനും മുടിക്കും ഒക്കെ തന്നെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് വളരാനും സഹായിക്കും. നെക്സ്റ്റ് ചേരുവ ഫ്ലാക്സ് സീഡ്സ് ആണ്. ഞാനിവിടെ 4 സ്പൂണോളം എടുത്തിട്ടുണ്ട്. നമ്മുടെ മുടിയുടെ തിക്നെസ്സും നീളത്തിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. സാധാ വാട്ടർ മതി കേട്ടോ, ഞാൻ വെറുതെ ചൂടുവെള്ളം ഒഴിച്ചു എന്നേ ഉള്ളൂ. ഇനി ജസ്റ്റ് അതൊന്ന് ചൂടാക്കി എടുക്കുക, അല്ല തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് എത്രത്തോളം കൺസിസ്റ്റൻസി വേണം നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു ജെല്ലി പരുവത്തിലാവുമ്പോൾ, ഇതിപ്പോൾ ഞാൻ ക്ലോത്തിലൂടെ അരിച്ചെടുത്തത്, അത് കുറച്ച് റിസ്ക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ചൂടോടെ തന്നെ ഒരു അരിപ്പയിലൂടെ ഫിൽട്ടർ ചെയ്ത് അങ്ങനെ എടുത്താൽ മതി. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് തണുത്തതിന് ശേഷം ഒരു അലോവേരയുടെ പൾപ്പാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. അതല്ലെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ പൊട്ടിച്ചൊഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ അലോവേരയും ചേർത്തിട്ടുണ്ട്, അതുപോലെ ഈ ക്രീമും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഫോർക്ക് കൊണ്ട് ചെയ്താൽ മതി കേട്ടോ, അതൊക്കെ സൂത്രപ്പണിയാണ്. അപ്പം ഫോർക്ക് കൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വിസ്ക് കൊണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ പാക്ക് റെഡിയായി. ഇതൊരു 20 മിനിറ്റ് ശേഷമൊക്കെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് സാധാരണ വാഷ് ചെയ്ത് കളയാം. അതിന് കൂടെ മൈൽഡ് ഷാമ്പൂ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ടോ, ഈ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്.